ആ ഇതാരാ? ശാന്തേച്ചിയാ? വാ ശാന്തേച്ചി. എന്താ ശാന്തേച്ചി ഒരു മുഖത്തൊരു വാട്ടം? അവള് ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലല്ലേ? ഒരു കണക്ക് നോക്കിയാ അവള് പറയുന്നതിലും കാര്യമുണ്ട് ചേച്ചി. ഇവിടെ മീനുവിന്റെ കല്യാണം എന്ത് ആഘോഷമായിട്ട് നടത്തിയതെന്ന് അറിയാമോ? എന്റെ കൊച്ചിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ വേണ്ട, പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ട് മതി എന്നാണ് അവള് പറഞ്ഞത്. പക്ഷെ മധുവായിട്ടാണ് പറഞ്ഞത് പെൻഷൻ കാശ് വെച്ചോണ്ട് നിന്ന അതെല്ലാം അങ്ങനെ ഇങ്ങനെ ഇല്ലാതായി പോകും, നമുക്കുള്ള കല്യാണം നടത്താണ്ട്. ഞാനും വിചാരിച്ചു ശരി, നല്ല ബന്ധമായിരുന്നു ചേച്ചി, നല്ല കുടുംബവും, കാണാനും അവൻ തീരെ തെറ്റില്ല. നമ്മള് ചുമ്മായാണ് ആ കൊച്ചിനെ പറഞ്ഞു വിട്ടത്. 100 പവനും പിന്നെ ഇവിടെ 1.5 ഏക്കർ വസ്തു ഉണ്ടായിരുന്നത് മനു പറഞ്ഞു വേണ്ട, അതും കൂടെ ചേച്ചിക്ക് കൊടുക്ക്. എത്ര ആഘോഷമായിട്ടാണ് നമ്മൾ കല്യാണം നടത്തിയത് ചേച്ചിക്ക് അറിയാലോ. എന്റെ കുഞ്ഞ് നന്നാ പറഞ്ഞതാണ്, ഇനി പഠിച്ചൊരു ജോലി വാങ്ങിയിട്ട് മതി. ആ വിളിക്കാറൊക്കെ ഉണ്ട് ചേച്ചി, വല്ലപ്പോഴും കൂടി. അവർക്ക് അവിടെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. അവരെ ആരെയും കാണാതെ ഒളിച്ചും പാത്തുമാണ് ഇവിടെ വിളിക്കണത്. വിരുന്നിന് വന്നതിന് ശേഷം ആകെ ഒരു പ്രാവശ്യമാണ് എന്റെ കുട്ടി ഇവിടെ വന്നത്. നമ്മൾ അങ്ങോട്ട് പോണത് അവർക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അവള് പറയും വേണ്ട അമ്മേ വരണ്ടാന്ന്. മധുവേട്ടനോട് ഇവിടെ പറയുമ്പോ പറയും ഭർത്താവിന്റെ വീടല്ലേ, കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ കാണും, കുറച്ചൊക്കെ സഹിക്കാൻ പറഞ്ഞു. ഞാനും വിചാരിച്ചു ഇവിടെ വന്നപ്പോ മധുവേട്ടന്റെ അമ്മയും ഞാനുമായിട്ട് എന്ത് കാര്യമായിരുന്നു പോരെ. പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോ അതൊക്കെ മാറിയില്ലേ, അങ്ങനെ മാറുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ കൊച്ചിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ അവൾക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല, ഒന്നും തൊടാൻ പാടില്ല, എന്ത് ചെയ്താലും കുറ്റം. ഇപ്പൊ ഈ വീടും 15 സെന്റും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവരപ്പോ അവിടെ ബഹളം. ഇന്നലെയും കൂടെ എന്റെ കൊച്ചു വിളിച്ചിട്ട് ചേച്ചി എനിക്കിവിടെ പറ്റണില്ല, ഞാൻ അങ്ങോട്ട് വരണമേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് ഒട്ടും പറ്റില്ലെങ്കിൽ ഇങ്ങി വരാൻ. അപ്പൊ മധുവേട്ടൻ പറയണത് അങ്ങനെ വന്ന് നിന്നാ നാട്ടുകാർ എന്ത് വിചാരിക്കും, അതൊക്കെ ഭയങ്കര മോശമാണെന്ന്. എന്റെ കൊച്ചിന് അവിടെ ഒട്ടും പറ്റുന്നില്ല. ഇന്നലെ എങ്ങാണ്ട് അവളെ മുറിയിൽ പൂട്ടിയിട്ടു വന്നു. അവനാണെങ്കിൽ ഭയങ്കര ഉപദ്രവമാണ്, അടിയിടി, പിന്നെ അമ്മയാണെങ്കിൽ അതിനപ്പുറം. കൊച്ചിനോട് ആരുമായിട്ട് സംസാരിക്കാൻ സമ്മതിക്കൂല എന്ന്. പുറത്ത് ആരുമായിട്ട് ഒരു ബന്ധവും അവൾക്ക് പറ്റണില്ല. ഇപ്പൊ എന്റെ കൊച്ച് മിണ്ടാട്ടവും ഇല്ല, വിളിക്കുമ്പോ കരച്ചിലോട് കരച്ചില് തന്നെ. അതുകൊണ്ട് ഞാനിപ്പോ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറേ ഇല്ല ചേച്ചി. ഇല്ല, ഒന്നിനും എനിക്കൊരു ഉത്സാഹവും ഇല്ല. മധുവേട്ടനും സങ്കടം തന്നെ. മനു ഇന്നാൾ അവിടെ പോയിരുന്നു. അവനോ അവന്റെ അമ്മയോ അച്ഛനോ ഒന്നും സംസാരിച്ചില്ല എന്ന്. അവൻ പറഞ്ഞു ചേച്ചിയെ നമുക്ക് ഇങ്ങ് കൊണ്ടുവരാന്ന്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപവും ഇല്ല. ആരവിടെ? ആഹാ, അപ്പുവാ. പാമോനെ, 2 ദിവസം ആയാലും എന്നെ കണ്ടിട്ട്. അപ്പു മനുവിന്റെ കൂട്ടുകാരനാ. ഇവിടെ മീനുവിന്റെ കല്യാണത്തിന് മധുവേട്ടനും മനുവിനും ഒപ്പം ഉണ്ടായിരുന്നു എന്റെ കുട്ടി. വാമക്കളെ, കാപ്പി കഴിച്ചിട്ട് പോവാ. എന്താ മോനെ നിന്റെ മുഖത്തൊരു വാട്ടം? എന്താ നീ ഒന്നും മിണ്ടാതെ നിക്കണേ? എന്തു പറ്റി, നീ കരഞ്ഞോ? അമ്മയ്ക്ക് വീണ്ടും സുഖമില്ലാണ്ടായ? അമ്മയ്ക്ക് സുഖമില്ലേ? കൊച്ചു തന്നെ എല്ലാം നോക്കണം. മൂത്തേനെ കെട്ടിച്ചു വിട്ടിട്ട് പിന്നെ അവൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേയില്ല. ഞാൻ ഇടയ്ക്ക് കൂടെ പോകും ആശുപത്രിയിലൊക്കെ. എന്താ നീ ഒന്നും മിണ്ടാതെ നിക്കണേ? ആഹാ, മധുവേട്ടന് വന്നല്ലോ. ലോൺ അടയ്ക്കാൻ പോയതാ കോപ്പറേറ്റീവ് ബാങ്കിലെ. മധുവേട്ടന് എത്തി. എന്ന് എത്ര പെട്ടെന്ന് ലോൺ അടച്ചോ? എന്തു പറ്റി മധുവേട്ടാ? എന്ത് മധുവേട്ടന് മുഖം ഒരുമാതിരിക്കണേ? കണ്ണൊക്കെ കരഞ്ഞില്ലല്ലോ, എന്തു പറ്റി? എന്താ അപ്പു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, എന്തിനാണ് മാമ ഇങ്ങനെ കരയണേ? മനു വന്നല്ലോ. നീ ആപ്ലിക്കേഷൻ അയക്കാൻ പോയതല്ലേ, അയച്ചില്ലേ? ഇത്ര പെട്ടെന്ന് വന്നാ? എന്ത് മോനെ നിന്റെ മുഖം ഒരുമാതിരി ഇരിക്കണേ? എന്താ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. മീനുവിന്റെ വീട് വരെ പോവാന്നാ? എന്തിനിപ്പോ? അങ്ങോട്ട് നമ്മൾ പോണതൊന്നും അവർക്ക് ഇഷ്ടമില്ലല്ലോ. അവക്കിപ്പോ എന്താ പറ്റിയത്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ അപ്പു. എന്താ മനു? അതുവിട്ട കാര്യം പറ. ശരി, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുഞ്ഞിന് പകൽ ആരും കാണാതെ എന്റെ ഫോൺ എടുക്കണം. അയ്യോ, മീനു ഒരുപാട് മെസ്സേജ് അയച്ചിരിക്കണല്ലോ. എന്താ എന്റെ കുഞ്ഞ് അയച്ചിരിക്കണേ? അമ്മ അച്ഛനും എന്നോട് ക്ഷമിക്കണം, ഞാൻ പോവുകയാണെന്നോ? അവൾ എങ്ങോട്ട് പോവാൻ? അവിടെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതല്ലേ. ഇവിടെ പറ്റണില്ല. എന്റെ കുഞ്ഞെന്തൊക്കെയാ? ഞാൻ പോണു, എന്നോട് ക്ഷമിക്കണം. അമ്മ അച്ഛനും മനു എന്നോട് ക്ഷമിക്കണോന്ന്. അവൾ എങ്ങോട്ട് പോയി മധുവേട്ടാ? ഞാനൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കട്ടെ. റിങ് കേൾക്കുന്നുണ്ട്. ഹലോ മീനു, ഇതാരാ? ഞങ്ങൾ വന്നാലും ബോഡി എടുക്കാൻ പറ്റുള്ളൂന്നോ? ബോഡിയോ? എന്റെ കുഞ്ഞിന് എന്താ പറ്റിയേ? എന്റെ കുഞ്ഞെങ്ങോട്ടാ പോയേ?
എന്റെ പൊന്നു മോളെ, എന്റെ കുഞ്ഞെങ്ങോട്ടാ പോയ? പറ വേട്ട, എന്റെ കുഞ്ഞെങ്ങോട്ടാ പോയ? അയ്യോ.